നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ 5 നേരം പള്ളികളിൽ വാങ്ങിക്കൊടുക്കുന്നവരാ. അൽഹംദുലില്ലാഹ്. ആ പണി പോലും നിർത്താൻ കാരണമായേക്കുന്ന വിധത്തിൽ നമ്മുടെ നാടുകളിൽ പരിസരത്ത് അന്യമതവിശ്വാസികൾ താമസിക്കുമ്പോ നമ്മുടെ മൈക്കുകളിലൂടെ സ്വലാത്തോ ദിക്റുകളോ ഔറാദുകളോ റാത്തീബുകളോ നമ്മൾ പരിസരത്തുള്ളവർക്ക് ഉപദ്രവമാവുന്ന രീതിയിൽ പുറത്തുവിടുന്നത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ തന്നെ ആഹ്വാനം ചെയ്തു. നമ്മുടെ ഒരു പ്രദേശമല്ല ആലോചിക്കേണ്ടത്. തങ്ങളത് പറയുമ്പോ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന എത്രയോ പ്രദേശങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കണം. മൈക്കയിലൂടെ വിടുമ്പോഴേ ഞങ്ങളുടെ കൂടെ 4 ആള് കൂടെയുണ്ടെന്ന് ചൊല്ലാനുണ്ടെന്ന് അറിയിച്ചു കൊടുക്കാനോ? എന്തിനായി ചെയ്യുന്നത്? ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് വരാനുള്ള വഴിയും സമയവും കൃത്യമായി അറിയിച്ചു കൊടുത്താൽ അവിടെ വന്ന് പള്ളിക്കുള്ളിലോ മദ്രസക്കുള്ളിലോ നടക്കേണ്ട സംഗതി നമ്മൾ പള്ളി മുനാരത്തിലൂടെ ഉറക്ക ബാങ്ക് വിളിക്കുന്ന പോലെ പുറത്തേക്കുള്ള മൈക്കയിൽ നമ്മൾ ഈ സംഗതികളൊക്കെ വിടുമ്പോ ഒന്ന് ആലോചിക്കണം. ഏതെങ്കിലും ഒരാൾ നിർത്തിക്കൂടെ എന്ന് പറഞ്ഞാൽ അവിടെ വർഗീയതയായി, അല്ലേ? ആരെങ്കിലും എതിർത്താൽ നമ്മൾ പ്രകോപിതരായി പ്രവർത്തിക്കലായി. മുത്തുനബി തങ്ങൾക്ക് ഇത് അറിയാത്തത് കൊണ്ടോ? നബി തങ്ങൾ കഅബാലയത്തിന്റെ ബിംബങ്ങൾ ഹിജ്റയുടെ 8ാമത്തെ വർഷം വരെ കാത്തിരിക്കുന്ന എന്തിനാ? പ്രകോപനങ്ങളില്ലാതിരിക്കാൻ. ശരിക്ക് ശ്രദ്ധിക്കുക, മനസ്സിലാക്കി പ്രവർത്തിക്കുക. ആരും ഭാരമാവരുത്, ആരും ആരെയും ബുദ്ധിമുട്ടാക്കരുത്. നമ്മൾ മൈക്കിലൂടെ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോ, ഇത്തരം കാര്യങ്ങൾ പുറത്തു വിടുമ്പോ രോഗിയായി കിടക്കുന്ന ഉമ്മമാരുണ്ടാകും തൊട്ടടുത്ത വീടുകളിൽ. ആലോചിക്കണം. പിഞ്ചു പൈതങ്ങൾ പ്രസവിച്ച് 1 ദിവസമോ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ കുഞ്ഞു മക്കൾ അവിടെ പ്രസവിച്ച് കിടക്കുന്നുണ്ടാകും. ഒരു ഒച്ച വന്നാൽ ഞെട്ടി ഉണരുന്ന മക്കളായിരിക്കും അത്. ശബ്ദം കേൾക്കാൻ പറ്റാത്ത പ്രായമുള്ളവരുണ്ടാവും, ദഈഫീങ്ങളുണ്ടാകും, രോഗികളുണ്ടാകും, വൃദ്ധന്മാരുണ്ടാകും. ഇതൊക്കെ പരിഗണിച്ചേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. ഒരു നാട്ടിൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കും, എല്ലാവർക്കും സമ്മതം, ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് പ്രയാസമുണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യരുത്. മൈക്കിൽ വിടണ്ട. വാങ്ക് നമ്മൾ കൊടുക്കുന്നില്ലേ, അൽഹംദുലില്ലാഹ്. അല്ലാത്തോടെ നിന്നോട്ടെ. പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഉണ്ടായി കഴിഞ്ഞാൽ മഹാനായ പാണക്കാട്ട് തങ്ങൾ പിന്നെ ഓടി വരണം, അല്ലേ? സമുദായത്തിലെ നേതാക്കന്മാർ ഓടി വരണം. പ്രശ്നങ്ങൾ കെട്ടടക്കണമെങ്കിൽ വലിയ അധ്വാനമാണ്. അതുകൊണ്ട് നമ്മൾ ആരും ആവേശത്തിന്റെ പുറത്ത് ദിക്റല്ലേ സ്വലാത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്? മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കരുത്. മതേതര രാജ്യമാണിത്. വിവിധ മതവിശ്വാസികൾ കൂടെ ജീവിക്കുന്ന പ്രദേശങ്ങളാണിത്. ആ വിഷയം മനസ്സിലാക്കിയിട്ടേ പെരുമാറാവൂ എന്ന് പഠിപ്പിക്കാനുള്ള ഒരു പാഠം ഹബീബിന്റെ ഉംറത്തുൽ ഖദാഇൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിംബങ്ങൾ എടുത്തു മാറ്റാതെ ഉംറ ചെയ്തു വന്ന സംഭവത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഔലവിയാത്ത് ഏതൊക്കെയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങൾ? ജുമുഅ നിസ്കാരം മക്കയിൽ നിർബന്ധമാക്കപ്പെട്ട വിഷയമാണ്. പക്ഷേ ജുമുഅ നിസ്കാരം നടക്കുന്നത് മദീനയിലാണ് ആദ്യം നടന്നത്. മദീനയിലാണ് ആദ്യത്തെ ജുമുഅ നടന്നത്. എന്തുകൊണ്ട് തങ്ങൾക്ക് മക്കയിൽ നടത്തിക്കൂടായിരുന്നു? എന്തുകൊണ്ട് നടത്തിക്കൂടായിരുന്നു? മക്കയിൽ നടത്താത്തതിന്റെ കാരണം നമ്മുടെ ഫുഖഹാ, നമ്മുടെ ഉലമാ പഠിപ്പിച്ചു.